ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കാർഷിക വിളവെടുപ്പാണ് മഞ്ഞൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേങ്കിൽ എന്തായാലും ശിവരാത്രിക്ക് തൊട്ട് മുന്നേ വരുന്ന 1-2 ദിവസത്തിലാണ് മഞ്ഞൾ കളച്ചെടുക്കാറുള്ളത്. ഇനി കളച്ചു പിന്നെ ഇതിന് ഒരുപാട് പണിയുണ്ട്, നമ്മൾ വൃത്തിയാക്കണം. ഇപ്പോൾ മഞ്ഞൾ കളിച്ച് കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക. മഞ്ഞൾ ഇതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയിലിങ്ങനെ പൊട്ടിച്ചെടുക്കണം. ഇതിൻ്റെ നാരെല്ലാം കളയണം. ഇതിൻ്റെ മുകളിൽ നാരലില്ല, ഇങ്ങനെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം. കനക പറഞ്ഞ പോലെ തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മണ്ണും അതിലെ നാരുകളെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം 2-3 വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം. ആ കഴുകിയെടുക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. 2 വെള്ളത്തിൽ കഴുകി, ഇത് 3-ാമത്തെ വെള്ളമാണ്. 3-ാമത്തെ വെള്ളത്തിൽ കഴുകിയിട്ട് മറ്റൊരു ബക്കറ്റിലേക്ക് മാറ്റി, അവിടുന്ന് ചെമ്പിലേക്ക് മാറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. ശേഷം കണക്കായ വെള്ളം വെച്ചതിന് ശേഷം മുങ്ങാൻ മാത്രം വെള്ളം വെക്കുക. നേരെ അടുപ്പത്തേക്ക് മാറ്റുന്നു. അടുപ്പ് അവിടെ കത്തിച്ചിട്ട് നിങ്ങൾക്ക് കാണാം. അടുപ്പത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നന്നായി വേവണം എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം നന്നായി 3 മണിക്കൂറെല്ലാം തിളച്ച് വേകുന്ന സമയത്ത് അടിക്ക് പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതെല്ലാം നല്ലതാണ്. അതിനുശേഷം എന്ത് വേണമെന്ന് വിചാരിച്ചാൽ ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെള്ളം ഊറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് വണ്ണ കൂടുതലുള്ള കുറച്ച് പീസുകളെല്ലാം ഉണ്ടാവും. അതിനെ 4ആയി പൊളന്ന ശേഷം എല്ലാം കൂടി ഒന്ന് ചിക്കി ഒരു 7 ദിവസം നന്നായി വെയിലിനിട്ട് ഉണക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊടിച്ച് മഞ്ഞളാക്കാവുന്നതാണ്.